നമസ്കാരം. എട്ടാം ശമ്പള കമ്മീഷന് പഠനം തുടങ്ങിയ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ ജീവനക്കാർ ശമ്പളം കൂട്ടിക്കിഴക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. വലിയ രീതിയിൽ ഒരു മാറ്റം ശമ്പളത്തിൽ വരുമെന്നാണ് ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. 50 ലക്ഷം കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും 69 ലക്ഷം പെൻഷൻകാർക്കും അവരുടെ പ്രതിമാസ വരുമാനം കൂടും. മുൻ ജസ്റ്റിസ് രഞ്ജൻ ദേശായിയുടെ അധ്യക്ഷതയിലാണ് എട്ടാം ശമ്പള കമ്മീഷൻ പ്രവർത്തിക്കുന്നത്. അടിസ്ഥാന ശമ്പളം എത്ര നൽകണം, അലവൻസ്, പെൻഷൻ എന്നിവ സംബന്ധിച്ച് കമ്മീഷൻ സർക്കാരിന് റിപ്പോർട്ട് നൽകും. 18 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ കമ്മീഷനോട് പറഞ്ഞിരിക്കുന്നത്. ഫിറ്റ്മെന്റ് ഫാക്ടറാണ് ശമ്പള വർധനവ് നിർണ്ണയിക്കുന്നതിൽ നിർണായകമായ ഒരു ഘടകമായി മാറുന്നത്. ഫിറ്റ്മെന്റ് ഫാക്ടർ എത്രയാണെന്ന് കമ്മീഷനാണ് നിർണ്ണയിക്കുക. കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ച് കേന്ദ്ര മന്ത്രിസഭ അംഗീകരിക്കുന്ന വേളയിലാണ് ഇത് എത്രയാണ് എന്ന് വ്യക്തമാക്കുക. നിലവിലെ സാമ്പത്തികം അതോടൊപ്പം തന്നെ വിപണി സാഹചര്യം പരിശോധിച്ചാണ് ഫിറ്റ്മെന്റ് ഫാക്ടർ എത്ര വേണമെന്ന് കമ്മീഷൻ ഒരു അന്തിമമായ തീരുമാനമെടുക്കുക. 1.86നും 2.57നും ഇടയിലായിരിക്കും ഫിറ്റ്മെന്റ് ഫാക്ടർ എന്നാണ് വിവിധ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നിലവിൽ ഏറ്റവും കുറഞ്ഞ അടിസ്ഥാന ശമ്പളം 18,000 രൂപയാണ്. ഫിറ്റ്മെന്റ് ഫാക്ടർ 1.83 കണക്കാക്കിയാൽ ഇത് 32,940 രൂപയായി വരും. ഫിറ്റ്മെന്റ് ഫാക്ടർ 2.46 കണക്കാക്കിയാൽ അടിസ്ഥാന ശമ്പളം 44,280 രൂപയായി വരും. അതുകൊണ്ട് തന്നെ ഫിറ്റ്മെന്റ് ഫാക്ടർ എത്രയാണ് എന്നത് നിർണായകമാണ്. ഏറ്റവും കുറഞ്ഞത് 14%, ഏറ്റവും കൂടിയത് 54% വരെ ശമ്പളത്തിൽ ഉയർച്ച വരുമെന്നാണ് അംബിത് ക്യാപിറ്റൽ വ്യക്തമാക്കുന്നത്. 54% വർധനവ് വരുത്തിയാൽ സർക്കാരിന് വലിയൊരു ബാധ്യത വരും. അതുകൊണ്ട് തന്നെ അത്രയും വർധനവ് വന്നേക്കില്ല എന്നൊരു വിലയിരുത്തലുമുണ്ട്. അടിസ്ഥാന ശമ്പളം പരിശോധിച്ചാണ് മറ്റ് ആനുകൂല്യങ്ങളെല്ലാം തീരുമാനിക്കുക. അതായത് അടിസ്ഥാന ശമ്പളം, DA, HRA, TA എന്നിവയെല്ലാം ചേരുന്ന തുകയാണ് ജീവനക്കാർക്ക് പ്രതിമാസമായി കയ്യിൽ ലഭിക്കാൻ പോകുന്നത്. HRAയും ടിഎയും ജോലി ചെയ്യുന്ന സ്ഥലത്തിന് അനുസരിച്ച് മാറ്റങ്ങൾ വരാം. അടിസ്ഥാന ശമ്പളത്തിന്റെ 24% HRA നൽകുക. കാലാവധി അവസാനിക്കുന്ന 7ാം ശമ്പള കമ്മീഷന്റെ റിപ്പോർട്ട് അത് അടിസ്ഥാനമാക്കി അടിസ്ഥാന ശമ്പളത്തിന്റെ 58% DA നൽകിയിരുന്നത്. എന്നാൽ പുതുക്കിയ ശമ്പളം എന്ന് മുതൽ നടപ്പിലാക്കുമെന്ന് പ്രധാനമായ ഒരു കാര്യമാണ്. 2 വർഷം റിപ്പോർട്ട് സമർപ്പിക്കാനും മന്ത്രിസഭയുടെ അംഗീകാരം ലഭിക്കാനും വേണ്ടി വന്നേക്കാം. ഇത് ശരിയാണെങ്കിൽ 2028 ജനുവരി മുതലായിരിക്കും പുതിയ ശമ്പളം കിട്ടുക. എന്നാൽ മുൻകാല പ്രാബല്യത്തോടെ നടപ്പാക്കണമെന്നാണ് ജീവനക്കാരുടെ സംഘടനകൾ ഇപ്പോൾ പൂർണ്ണമായിട്ടും ആവശ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരാണ് അന്തിമമായ തീരുമാനം കൈക്കൊള്ളാൻ പോകുന്നത്.